നമ്മളെ ഒരാൾ കളിയാക്കുന്നു, കൂടെയുള്ള ആളുകളെല്ലാം ചിരിക്കുന്നു. ആ ഒരു സെക്കൻഡിൽ ആ കളിയാക്കിയ ആളുടെ തലയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നത്? എനിക്ക് അതൊന്നും അറിയാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ കളിയാക്കിയ ആൾക്ക് നമ്മളോട് ദേഷ്യമാണോ, അസൂയയാണോ, പുച്ഛമാണോ, സ്നേഹമാണോ, വൈരാഗ്യമാണോ, എന്താണ് എന്ന്. ഈ കളിയാക്കൽ പോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഒരു കാര്യം നേടുന്നു. ആ നേടിയ കാര്യം ഒരു സ്ട്രേഞ്ചർ അറിഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു സ്റ്റോറി ഇട്ടേക്കാം, നമുക്കൊരു കൺഗ്രാറ്റ്സ് അയച്ചേക്കാം, ഒരു മെസ്സേജ് അയച്ചേക്കാം, കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അതേ കാര്യം നമ്മളെ ദിവസവും കാണുന്ന സുഹൃത്താണ് എന്ന് പറയപ്പെടുന്ന ഒരാളാണ് എങ്കിൽ അവർ ചിലപ്പോൾ മൈൻഡ് പോലും ചെയ്യില്ല. നമ്മൾ അച്ചീവ് ചെയ്തതിലും വളരെ വളരെ ലെസ് ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഒരാൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അവരെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷേ ഇത് ചെയ്തത് നമ്മളായതുകൊണ്ട് മാത്രം അത് ഇഗ്നോർ ചെയ്യപ്പെടുന്നു. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കുറേയേറെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ, ഈ ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ചെയ്യുന്നത് എന്ന് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആളുകളുടെ തലയ്ക്കുള്ളിൽ നടക്കുന്നത് എന്താണ് എന്ന് ഒരു മെഷീൻ വെച്ച് ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാ കാര്യങ്ങളും ഒരുപാട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ചിന്തകളൊക്കെ ഒന്ന് ഉറക്കെ പറയാമെന്ന് കരുതുന്നു ഞാൻ ഈ വീഡിയോ സീരീസിൽ കൂടി. ഇതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ആഡ് ചെയ്യാം. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് മുഴുവൻ കണ്ടിരിക്കുക. അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേലിസ്റ്റ്. 3 സെക്കൻഡ് മാത്രം അറ്റൻഷൻ സ്പാൻ ഉള്ള ആളുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി പോയിട്ടുണ്ടാവും. അവരെ പിടിച്ചു നിർത്താനും ഞാനിവിടെ ശ്രമിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ചെറിയ കാര്യം, മിക്കപ്പോഴും നമ്മളെ കളിയാക്കുന്നവർ നമ്മളെ നന്നായി അറിയുന്നവരായിരിക്കും. ക്ലാസ്സിലെ ഒരാളായിരിക്കാം, ഒരു കസിൻ ആയിരിക്കാം, ഒരു ഓഫീസിലുള്ള ഒരാളായിരിക്കാം, അയൽപക്കത്തുള്ള ഒരാളായിരിക്കാം, ഒരു അങ്കിൾ ആയിരിക്കാം. കളിയാക്കുന്നവരുടെ ലിസ്റ്റ് നമ്മൾ എടുത്താൽ ഒരു അപരിചിതൻ, ഒരു സ്ട്രേഞ്ചർ അതിലൊരിക്കലും ഉണ്ടാവില്ല. ഈ സ്ട്രേഞ്ചർ എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ചർ എങ്ങനെയാണ് നമ്മളെ കളിയാക്കുന്നത് എന്ന് ചോദിച്ചേക്കാം. കംപ്ലീറ്റ് സ്ട്രേഞ്ചർ അല്ല, ഒരു പാർട്ടിയിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാൾ, അതല്ലെങ്കിൽ ബസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരാൾ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന, നമ്മളെ ഒരുപാട് നന്നായിട്ട് അറിയാത്ത ഒരാൾ. അയാളോട് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കാനൊന്നും വരില്ല. ഇങ്ങനെയുള്ള സ്ട്രേഞ്ചേഴ്സിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കളിയാക്കുന്നവർ എപ്പോഴും നമുക്ക് നന്നായി അറിയാവുന്നവർ മാത്രമായിരിക്കും. ഇതെന്തുകൊണ്ടാണ് എന്ന് ആദ്യം നമുക്ക് ക്ലിയർ ആയെങ്കിൽ മാത്രമേ ബാക്കി കാര്യം മനസ്സിലാവൂ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ തന്നെ ഒരു കുഞ്ഞ് ടെസ്റ്റ് നടത്താം. ഞാൻ 4 ആളുകളെ പറ്റി പറയും. അവർക്ക് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയും ഞാൻ പറയും. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഓരോന്ന് കേൾക്കുമ്പോഴും ഉള്ളിൽ തോന്നുന്ന ഫീലിംഗ് ഒന്ന് നോട്ടീസ് ചെയ്യുക. ഓണസ്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇതാരും കാണുന്നില്ല, കേൾക്കുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിംഗ് ഒന്നും ആവശ്യമില്ല. ഓണസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം തന്നെ മനസ്സിൽ നോട്ടീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒന്നാമത്തെ ആൾ, മുകേഷ് അംബാനി ഇന്നലെ 1 ലക്ഷം കോടി രൂപ ഉണ്ടാക്കി. 2, മമ്മൂട്ടിക്ക് കഴിഞ്ഞ മാസം 5ാമത്തെ നാഷണൽ അവാർഡ് കിട്ടി. 3, നിങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചേട്ടന് 1 കോടി രൂപ ലോട്ടറി അടിച്ചു. 4, നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന ഒരാൾ, അയാളെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങളുടെ അത്ര മിടുക്കനല്ലാത്ത, അത്ര ഇന്റലിജന്റ് അല്ലാത്ത, കുഴപ്പമില്ലാത്ത തട്ടിമുട്ടിയൊക്കെ ജോലി ചെയ്യുന്ന അയാൾ ജോലി റിസൈൻ ചെയ്തു. വേറെ ഒരു കമ്പനിയിൽ ബെറ്റർ പൊസിഷൻ, 60% സാലറി റൈസോടുകൂടി. അപ്പോൾ വളരെ സിൻസിയർ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഇത് ചെയ്തവർക്ക്, ഈ 4ാമത്തെ കാര്യം ഫോക്കസ് ചെയ്തവർ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു സെനാരിയോ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ഈ 4ാമത്തെ കാര്യം കേട്ടപ്പോൾ ഒരു കുഞ്ഞു പെയിൻ വന്നിട്ടുണ്ടാവും. ഇനി ഈ ടെസ്റ്റ് നടത്തിയപ്പോൾ നിങ്ങൾക്ക് പെയിൻ വന്നില്ല എങ്കിൽ പോലും റിയൽ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് പെയിൻ ഉണ്ടാകും എന്ന് തിരിച്ചറിയാനുള്ള മെച്യൂരിറ്റി നമുക്കായി എന്ന് നമുക്ക് 2 പേർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണസ്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 1ാമത്തെ ആൾ, അതായത് മുകേഷ് അംബാനി ഉണ്ടാക്കിയത് 1 ലക്ഷം കോടി രൂപയാണ്. 4ാമത്തെ ആൾ, അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ, അയാൾക്ക് കിട്ടിയത് കുറച്ച് ശമ്പള കൂടുതൽ മാത്രമാണ്. ഇവിടെ കമ്പാരിസൺ പോലും ഇല്ല. എന്നിട്ടും നമുക്ക് പെയിൻ വന്നത് ആ ചെറിയ കാര്യത്തിലാണ്, ആ 4ാമത്തെ ആളിലാണ്. എന്തുകൊണ്ടാണ്? അംബാനി എന്നത് നമ്മളെ ബാധിക്കുന്ന ഒരു മനുഷ്യനല്ല. അംബാനി എന്നത് നമ്മളെപ്പോലുള്ള എല്ലാ ആളുകൾക്കും വെറും ഒരു വാർത്ത മാത്രമാണ്. മമ്മൂട്ടിയും അതേപോലെ മറ്റൊരു ന്യൂസ് മാത്രമാണ്. അവരൊരിക്കലും നമ്മുടെ ജീവിതത്തിനെ ബാധിച്ചതോ ബാധിക്കാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരാളല്ല. ഇനി ലോട്ടറി അടിച്ച ചേട്ടൻ, അയാൾ നമ്മുടെ ലോകത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് പെയിൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായേക്കാം. പക്ഷേ അത്ര സിവിയർ ആകാൻ ചാൻസ് ഇല്ല. കാരണം ലോട്ടറി അടിക്കുക എന്നത് നമ്മുടെ കഴിവില്ലായ്മയോ അവരുടെ കഴിവോ ഒന്നുമല്ല. അപ്പോൾ അവിടെ നമ്മളിൽ ആരാണ് ബെറ്റർ എന്നൊരു സ്കെയിലൊന്നും നമ്മൾ കൊണ്ടുവന്ന് അളന്നെടുക്കാൻ ശ്രമിക്കാറില്ല. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് പെട്ടെന്ന് കിട്ടാൻ പോകുന്ന പൈസയെക്കുറിച്ചുള്ള ഒരു അസൂയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും എന്നതാണ് സത്യം. പക്ഷേ സിവിയർ ആയിരിക്കില്ല. ഈ 4ാമത്തെ ആൾ മാത്രമാണ് മേളിൽ പറഞ്ഞ 2ഉം ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അയാൾ നിങ്ങളുടെ ലോകത്തുണ്ട്, അതിനോടൊപ്പം നമ്മളെ സ്വയം അളക്കുന്ന അതേ അളവുകോല് വെച്ചിട്ടാണ് അയാളെ നമ്മൾ അളന്നുകൊണ്ടിരുന്നത്. അതിൽ അയാളിപ്പോൾ മുന്നിലുമാണ്. ഇനി ഇതേ 4 പേരെ വെച്ച് വേറെ ഒരു ചോദ്യം. ഈ സംഭവമല്ല നിങ്ങൾ അറിഞ്ഞു, ആ കൂട്ടുകാരൻ കമ്പനി വിട്ടുപോയി മറ്റുള്ള കമ്പനിയിലേക്ക് ചെന്ന് കയറി അവിടെ ജോലി തുടങ്ങി, വലിയ സാലറിയോടുകൂടി പ്രൊമോഷനോടുകൂടി വർക്ക് ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ കമ്പനിയിലുള്ള ബാക്കിയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഈവനിങ് ഒരു ഡിന്നറിന് പോകുന്നു. ഈ മേളിൽ പറഞ്ഞ
4 പേരിൽ ആരെ പറ്റിയായിരിക്കും അന്ന് ഈവനിങ് സംസാരം ഉണ്ടാകാൻ പോകുന്നത്? എന്നാലും ആ അംബാനി അത്രയും പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് 1 രൂപ പോലും തന്നില്ലല്ലോ എന്ന് നമ്മൾ സംസാരിക്കുമോ? നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവൻ ജോലി നോക്കുന്നുണ്ട് എന്ന് പോലും എന്നോട് പറഞ്ഞില്ല എന്ന് ഒരു കുഞ്ഞ് കമന്റ് ആരെങ്കിലും ഒന്ന് പറയും. അവിടെ നിന്ന് അയാൾ ജനിച്ച് വീണപ്പോൾ തൊട്ടുള്ള പ്രശ്നങ്ങളും കുറ്റങ്ങളും ആയിരിക്കും പിന്നത്തെ ചർച്ച. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ വരുന്നത് തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പെയിനിൽ നിന്നാണ്. പെയിൻ വരുന്നത് നമ്മുടെ ലോകത്തുള്ള, നമ്മുടെ കൈയെത്തും ദൂരത്തുള്ള ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെയും അവരുടെയും ജീവിതത്തിൽ കമ്പയറബിൾ ആയിട്ടുള്ള ഒരു മെഷറിംഗ് സ്കെയിൽ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ അങ്ങനെ ഒരു അപരിചിതൻ ഇല്ലാത്തതിന്റെ കാരണം അതാണ്. അവരുടെ ലിസ്റ്റിലും മറ്റൊരു അപരിചിതൻ ഇല്ലാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. നമ്മളെ കളിയാക്കുന്നവരായിക്കോട്ടെ, നമ്മൾ കളിയാക്കുന്നവരായിക്കോട്ടെ, എന്താണ് ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻ, സെനാരിയോ എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും ബുദ്ധിയുള്ള പലർക്കും ഇത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. അവരൊരു മെഷീൻ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. ആ മെഷീൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ആദ്യം പറയാം. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ട്രാഫിക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ കാണുന്നത് പോലെ തന്നെ തിരക്കുള്ള റോഡുകളൊക്കെ ചുവന്ന കളറിലായിരിക്കും കാണുന്നത്, ഒഴിഞ്ഞ റോഡുകളൊക്കെ പച്ച കളറിലായിരിക്കും കാണുന്നത്. ഈ മെഷീൻ ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ്. തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി നടക്കുന്നത്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, അവിടെ രക്തം കൂടുതലായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ ചുവന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം. എൻ്റെ മുന്നേ ഉള്ള പല വീഡിയോസിലും ഞാൻ ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ട്. അന്ന് പക്ഷേ FMRI സ്കാനിങ് എന്ന് പറഞ്ഞങ്ങ് വിടുകയായിരുന്നു. പക്ഷേ ഇതാണ് അതിന്റെ സംഭവം. അപ്പോൾ അവർ ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകളെ ആ മെഷീന്റെ ഉള്ളിലേക്ക് കടത്തി പിന്നെ കുറെ ആളുകളെ പറ്റിയും അവർക്ക് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ വായിച്ചിങ്ങനെ കൊടുക്കും. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ കളി. നമ്മൾ നേരത്തെ കണ്ട 4ാമത്തെ സെനാരിയോ വരുന്ന സമയത്ത് ബ്രെയിനിന്റെ ഒരു ഭാഗം കൂടുതൽ ആക്റ്റീവായി. സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് ആ പോർഷൻ നല്ലപോലെ ചുമന്ന് കാണാൻ സാധിക്കും. പക്ഷേ ആ സ്ഥലം സാധാരണ എപ്പോഴാണ് ഇതേപോലെ ചുമക്കുന്നത് എന്ന് നോക്കിയാൽ നമ്മൾ ഞെട്ടും. നമുക്ക് വേദനിക്കുമ്പോൾ, കൈ പൊള്ളുമ്പോൾ, അടി കിട്ടുമ്പോൾ. അതായത് അയാൾക്ക് അത് സുഖമുള്ള ഒരു കാര്യമല്ല. നമ്മൾ അവരെക്കാളും മുന്നോട്ട് പോകുന്നു എന്ന് അവർ തിരിച്ചറിയുന്ന സമയത്ത് അവർക്ക് വേദനിക്കുമ്പോൾ ചുവക്കുന്ന അതേ ഭാഗത്താണ് ബ്രെയിനിൽ ചുവക്കുന്നത് എന്നർത്ഥം. ഇനി 2ാമത്തെ പകുതി. കഥ പകുതിയേ ആയിട്ടുള്ളൂ. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം. ആ എക്സ്പെരിമെന്റിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അതേ ആളുകളെ സെയിം സ്കാനിങ്ങിന് ഒന്നുകൂടെ ചെയ്യാൻ കൊണ്ടുവന്നു. ഇത്തവണ വേറൊരു കഥയാണ് വായിച്ചു കൊടുത്തത്. ആ 4ാമത്തെ ആൾക്ക് ഒരു ദുരന്തം സംഭവിച്ചു. മേ ബി ജോലി പോയി, കാര്യങ്ങൾ കൈവിട്ടു പോയി, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ആ മാപ്പിൽ വേറെ ഒരു ഭാഗമാണ് ചുമന്നു വന്നത്. ആ സ്ഥലം സാധാരണ എപ്പോഴാണ് ചുമക്കുന്നത്? നമുക്ക് പണം കിട്ടുമ്പോൾ, വിശന്നിരിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ ഒരു റിവാർഡ് കിട്ടുമ്പോൾ ആക്റ്റീവ് ആകുന്ന ഏരിയ. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു ഭാഗം ഇനിയാണ് വരാൻ പോകുന്നത്. ഒരാളുടെ ഉള്ളിൽ ആദ്യത്തെ ഭാഗം എത്ര ചുവന്നിരുന്നോ അത് നോക്കിയാൽ 2ാമത്തെ തവണ അയാളുടെ റിവാർഡിന്റെ ഭാഗം എത്ര ചുമക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഈക്വൽ എമൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടാകുന്നോ അത്രത്തോളം തന്നെ സന്തോഷമാണ് നമ്മൾ വീഴുമ്പോഴും അവർക്കുണ്ടാവുന്നത്. ഇതേപോലെ തന്നെ തിരിച്ചും നമുക്കും ഈ ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ ദിവ്യന്മാരൊന്നുമല്ല. ഈ കളിയാക്കുന്നവരൊക്കെ വേറൊരു കൂട്ടം, അവരൊന്നും മനുഷ്യന്മാരൊന്നുമല്ല. നമ്മളെല്ലാം ഇതൊന്നും ചെയ്യാത്ത വളരെ ദിവ്യന്മാരായിട്ടുള്ള രീതിയിലുള്ള ആളുകളാണ് എന്നൊന്നും അല്ല ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. പല ആളുകളും മാറി പല സ്പോട്ടിൽ നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് ചെയ്യാറുണ്ട്, നമ്മൾ ഇതിൻ്റെ വിക്ടിമും ആവാറുണ്ട്. ഇതെല്ലാം നമ്മുടെ മനുഷ്യന്മാരുടെ ബിഹേവിയർ തന്നെയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടിട്ട് ഇത് 2 മിനിറ്റ് ഒന്ന് ചിന്തിച്ച ഒരു ചോദ്യം കൂടെ ബാക്കി കാണും. ഉള്ളിൽ വേദന ഉണ്ടാകുന്നുണ്ട്, സത്യം, സമ്മതിച്ചു. അപ്പോൾ അത് ഉള്ളിൽ വെച്ചാൽ പോരെ? എന്തിനാണ് അയാൾ അതൊരു കളിയാക്കലായിട്ട് ആളുകളുടെ മുന്നിൽ വെച്ച് പുറത്തോട്ട് എടുത്തിരുന്നത്? അതിന് ഉത്തരം തരുന്ന വേറൊരു പരീക്ഷണമുണ്ട്. ഇതിന് മെഷീൻ ഒന്നും വേണ്ട. കുറെ പേർക്ക് ഒരു ടെസ്റ്റ് കൊടുത്തു. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാം പോലെ ഒരു ടെസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ചിലരോട് പറഞ്ഞു, നിങ്ങളുടെ സ്കോർ വളരെ മോശമാണ്. അതായത് ഉള്ളിൽ നമ്മൾ ചെറിയൊരു ഇടി കൊടുക്കുന്നത് പോലെ. പിന്നെ അവരോട് പറഞ്ഞു, ഒരു അപരിചിതന്റെ പേപ്പർ എടുത്ത് നിങ്ങൾ മാർക്കിടാൻ പറഞ്ഞു. ആ ഇടി കിട്ടിയവൻ ആ അപരിചിതനെ കൂടുതൽ മോശമായിട്ടാണ് വിലയിരുത്തിയത്. എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തോന്നുന്നത് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് മറ്റുള്ളവരെക്കാളും അവർ ബെറ്റർ ആണ് എന്നൊരു ഫീലിംഗ് അവർക്കുണ്ടാവുന്നുണ്ട് എന്നാണ് ആ ടെസ്റ്റുകളിൽ കാണിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കളിയാക്കൽ എന്ന് പറയുന്നത് ഒരു അഭിപ്രായമല്ല, അത് ഒരു മരുന്നാണ്. നമ്മളെക്കാൾ മെച്ചമാണ് എന്ന് തോന്നിയാൽ
ആ ആളെ ഒന്ന് കളിയാക്കുക, ഒന്ന് ചെറുതാക്കുക. അതൊരു പെയിൻ കില്ലർ പോലെയാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഉള്ളിൽ ആശ്വാസം കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പെയിൻ കില്ലർ കഴിക്കാനുള്ള ഒരു വെള്ളമായിട്ട് ആ ഒരു സമയത്ത് നമ്മളെ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി നമ്മുടെ ആ 4ാമത്തെ ആളെ നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുക്കാം. ഇത്തവണ അയാൾക്ക് ജോലി മാറ്റമോ സാലറി റൈസോ ഒന്നുമില്ല, പകരം അയാൾ നന്നായിട്ട് പാട്ട് പാടും എന്ന് കരുതുക. കഴിഞ്ഞ ആഴ്ച ഒരു വലിയ വേദിയിൽ നല്ല അംഗീകാരം കിട്ടുന്ന തരത്തിൽ അദ്ദേഹത്തിന് പാട്ട് പാടാനും പെർഫോം ചെയ്യാനും സാധിച്ചു. എല്ലാവരും അതിനെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പാട്ട് പാടിയിട്ടില്ല എന്നും കരുതുക. ഇപ്പോൾ എന്ത് തോന്നുന്നു? ആ ഒരു പെയിൻ ഒരിക്കലും വരാൻ പോകുന്നില്ല. പകരം ഇന്ന് ഈവനിങ് ആണ് നിങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കമന്റ് എന്തായിരിക്കും? അവൻ എൻ്റെ കൂടെ ജോലി ചെയ്ത ആളാണ്, അവനിപ്പോൾ പാട്ടൊക്കെ പാടി വലിയ നിലയിലെത്തി എന്നായിരിക്കും പറയാൻ പോകുന്നത്. അതേ ആൾ, അതേ അടുപ്പം, എന്നിട്ടും നമ്മൾ അങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത്. ഒരൊറ്റ കാര്യം മാത്രമേ മാറിയുള്ളൂ, അയാൾ നമ്മുടെ വഴിയിലല്ല ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരൊറ്റ കാര്യം മാത്രം. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യം റെലവൻ്റ് ആവുന്നത്. ഒരു സ്ട്രേഞ്ചർ നിങ്ങളെ അഭിനന്ദിക്കുന്നത് അയാൾ വലിയ മനുഷ്യനായതുകൊണ്ടോ നന്മയുള്ള ആളായതുകൊണ്ടോ അല്ല. അയാൾക്കതിന് പ്രത്യേകിച്ച് ചെലവുമില്ല, അയാൾക്കതിന് പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പെൻസും വരുന്നില്ല. പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളിന് പല തരത്തിലുള്ള ചെലവുകളും വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുള്ള കാര്യമാണ്. നമ്മളെ എല്ലാ കാലവും കളിയാക്കുകയും വലിയ കാര്യമായിട്ട് കാണാതിരുന്ന കൂട്ടുകാരനോ ബന്ധുക്കളോ ഇവരാരെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ലെവൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവൻ പണ്ടേ നല്ലവനായിരുന്നു, അവൻ പണ്ടേ മിടുക്കനായിരുന്നു, അവൻ എൻ്റെ ആളാണ്, അവൻ എൻ്റെ കുടുംബത്തിലുള്ള ആളാണ്, അതല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കും. അത് അയാൾ അത്ര നല്ല ആളായതുകൊണ്ട് ഒന്നുമല്ല, നമ്മൾ അവരുടെ കൈയെത്തും ദൂരത്ത് നിന്ന് പോയതുകൊണ്ടാണ്. അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇമോഷണൽ ഡിസ്ട്രെസ് സ്പെൻഡ് ചെയ്യേണ്ടി വരാത്തത് കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ കളിയാക്കിയ ആളും നമുക്ക് വേണ്ടി ഊറ്റം കൊള്ളുന്ന ആളും രണ്ടാളുകളല്ല, ഒരേ ആളുകൾ തന്നെയാണ്. നമ്മളുടെ ഇടയിലുള്ള ദൂരത്തിന് വ്യത്യാസം വരുന്നു എന്ന് മാത്രം. അവസാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൊസൈറ്റിയെ മൊത്തം രണ്ടായിട്ട് മുറിക്കും. ഈ മോശം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആളുകളും ഈ കാര്യങ്ങളും ആളുകളുടെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കി അവരുടെ സൈക്കോളജി ഒക്കെ നല്ലപോലെ അറിയാൻ സാധിക്കുന്ന നമ്മളെ പോലെയുള്ള വിശുദ്ധന്മാർ ഇപ്പുറത്തെ വശത്തും എന്നും. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഒന്നും അല്ല സംഭവിക്കുന്നത്. നമ്മളെല്ലാ ആളുകളും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. ശരിയും തെറ്റും ഒന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ ശരിയാവും, വേറൊരാൾ ചെയ്യുമ്പോൾ അതൊക്കെ തെറ്റും വലിയ ക്രൂരതയുമായി മാറും എന്ന് മാത്രം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഉത്തരവില്ല. നമ്മൾ ഈ ഒരു സംഭവം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകുമോ, അതോ ആ സങ്കടത്തിൻ്റെ അളവ് കുറയുമോ? എനിക്ക് തോന്നുന്നത് ഇല്ല എന്നാണ്. നിങ്ങളുടെ ഉത്തരം എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം ഒരാൾ കളിയാക്കിയാൽ, അയാൾ നമ്മളെ ചെറുതാക്കിയാൽ നമുക്ക് സങ്കടം വരും. പക്ഷേ ഞാൻ ഈ മേളിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് അവരെന്തിനാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടായേക്കാം. സങ്കടം കഴിയുമ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഒരു കുഞ്ഞ് സ്മൈല് കൊണ്ടുവരും. ഷുവർ. അപ്പോൾ ഈ പ്ലേലിസ്റ്റിൽ അടുത്ത വീഡിയോ എന്നായിരിക്കും എന്നെനിക്ക് അറിയില്ല. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഒരു വീഡിയോ ചെയ്യാം. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ കളിയാക്കിയ ആൾ നിങ്ങളിൽ നിന്ന് എത്ര ദൂരത്തായിരുന്നു? അയാൾ ഇപ്പോൾ എത്ര ദൂരെയാണ്? ഒരേ ക്ലാസ്സിലായിരുന്നു, ഒരേ ഓഫീസിലായിരുന്നു, ഒരേ വീട്ടിലായിരുന്നു? ഈ കാര്യങ്ങളെല്ലാം പറയുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകളും ഈ തരത്തിലുള്ള നിങ്ങളുടെ ചിന്താഗതിയും എല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.